വഹാബിസം ഇസ്ലാമിന്റെ ആത്മീയ രംഗങ്ങളെ മുഴുവൻ ശിർക്കു വിളിച്ച് മതത്തിന്റെ കുപ്പായമിട്ടു കടന്നുവന്ന ഭൗതികവാദം. മുസ്ലിങ്ങളുടെ തനത് വിശ്വാസാചാരങ്ങളെ മുഴുവൻ തകർത്തെറിയാൻ സാമ്രാജ്യത്വം മെനഞ്ഞെടുത്ത കുറുക്കുവഴി. ഇത്രയും കാലം പാവപ്പെട്ട മുസ്ലിങ്ങളെ മുഴുവൻ മുശ്രിക്കുകളും കാഫിറുകളുമാക്കി നടന്ന മുജാഹിദുകൾക്ക് കാലം തിരിച്ചടി നൽകുകയാണിപ്പോൾ. മുസ്ലിങ്ങൾക്കിടയിൽ യാതൊരു തർക്കവുമില്ലാതെ നിലനിന്നിരുന്ന തൗഹീദിന്റെയും ഇബാദത്തിന്റെയും നിർവചനങ്ങൾ സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടി അപകടകരമായ മാറ്റത്തിന് വിധേയമാക്കുകയാണ് കേരള വഹാബിസം ചെയ്തത്. 1973 ജൂലൈ ലക്കം സെൽസബിയിൽ ഇബാദത്തിന് നിർവചനം നൽകിയത് കാണുക. അദൃശ്യമായ മാർഗത്തിൽ ഗുണം ആശിക്കുകയോ ദോഷം ഭയക്കുകയോ ചെയ്തുകൊണ്ട് താഴ്മ കാണിക്കുകയും വന്ദിക്കുകയും ചെയ്യലാണ് ആരാധന, ഇബാദത്ത്. മഹാരഥന്മാരായ അംബിയയിൽ നിന്നും ഔലിയയിൽ നിന്നും അവർക്ക് അള്ളാഹു നൽകിയ മോചിതത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ സഹായം തേടുന്നതിനെ ശിർക്കാക്കാൻ വേണ്ടിയായിരുന്നു വഹാബികൾ തൗഹീദിന്റെ നിർവചനത്തിൽ ഈ ക്രൂരമായ കൈക്കടത്തൽ നടത്തിയത്. അതിനുവേണ്ടി അവർ പല ഹദീസുകളെയും ആയത്തുകളെയും ദുർബലമാക്കുകയോ ദുർവ്യാഖ്യാനിക്കുകയോ ചെയ്തു. സത്യങ്ങളെ പരിഹസിച്ചു തള്ളി. ഇന്ന് വഹാബിസം പിളർന്ന് രണ്ടു കഷ്ണമായപ്പോൾ ആരുടെ തൗഹീദാണ് ശരിയെന്നതിനെ ചൊല്ലി തെരുവോരങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. മഹാന്മാർ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ 1000 വട്ടം മുശ്രിക്കാകുമെന്ന് പറഞ്ഞ ഇവർ ഇപ്പോൾ ജിന്നും പിശാചും നമ്മുടെ സഹായികളാണെന്നും നമുക്ക് അവരുടെ സപ്പോർട്ട് ആവശ്യമാണെന്നും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് അവരാണെന്നും തുറന്നു പറയുകയാണ്. കൂട്ടത്തിൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചുണർത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴി ഉണ്ടായി ഞാൻ പറയാൻ പോവാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ നിങ്ങൾ റോട്ടിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ഇപ്പം റോഡിൻ്റെ അരികിലൂടെ നടക്കുന്ന നേരത്തൊരു വാഹനം കൊണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയെന്ന് തോന്നി. ആരുമല്ല, നിങ്ങളുടെ സുഹൃത്താണ്. സംഭവിക്കാം, നിങ്ങളാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പം ഞാനെങ്ങനെ ഒഴിഞ്ഞ്, നമ്മൾ വിചാരിക്കും ഞാനെങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിൻ്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പോൾ ജിന്നുവർഗത്തിൽ സഹായികൾ ഉണ്ടാവും. അദൃശ്യമായ മാർഗത്തിലൂടെ ഉപദ്രവിക്കാൻ പിശാചിനാകുമെന്ന് സക്കരിയ സ്വലാഹി തുറന്നടിക്കുന്നു. അയ്യൂബ് നബിക്ക് ബാധിച്ച രോഗത്തെക്കുറിച്ച് തന്നെ ചില മുഫസ്സിരീങ്ങൾ അത് കേവലം ശാരീരികമായ രോഗമായിരുന്നില്ലെന്നും അദ്ദേഹത്തിന് തന്നെ പൈശാചികമായ രോഗമാണെന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ സൂറത്ത് സ്വാദ 41-ാമത്തെ ആയത്തിൽ വദ്കുർ അബ്ദനാ അയ്യൂബ ഇതിനാദാ റബ്ബഹു അന്നീ മസ്സനിയ ശൈത്വാനു ബിനുസ്ബിൻ വഅദാബ്. തന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, എന്നെ പിശാച് ബാധിച്ചിരിക്കുന്നു. ബിനുസ്ബിൻ വഅദാബ്, പീഡനവും അതുപോലെ ശിക്ഷയും അവസ്ഥയുമായി എന്നെ പിശാച് ബാധിച്ചിരിക്കുന്നു. ജിന്ന് ബാധ ഒരുതരം ഹിസ്റ്റീരിയാണെന്നും ജിന്ന് രോഗാണുവാണെന്നും പറഞ്ഞു നടന്നവർ ഇപ്പോൾ പറയുന്നത് കാണുക. പ്രവർത്തനം ഹാദറാവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ശൈത്താനാണ്ട് വരും. എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള ഏതോ ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ നമുക്ക് പരിചയമില്ലാത്തൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ മരിച്ചുപോയ ആളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള വിദേശത്തുള്ള ഒരാളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഹാവഭാവങ്ങളിലായിരിക്കും. അദൃശ്യമായ മാർഗത്തിലൂടെയുള്ള സഹായത്തിനായി മഹാത്മാക്കളോട് സഹായാർത്ഥന നടത്തിയതുകൊണ്ട് യാതൊരുവിധ ഫലവുമില്ലെന്ന് പ്രസംഗിക്കുന്ന മൗലവി പിശാചിനോട് തേടിയാൽ പിശാച് സഹായിക്കുമെന്ന് പറയുന്നു. പിശാച് പറയുന്നത് പോലെയൊക്കെ പ്രവർത്തിച്ചാൽ പിശാച് പലതരത്തിലുള്ള സഹായങ്ങളും ചെയ്യും. അതിനെ പിശാചിനെ അധീനപ്പെടുത്താന്ന് പറഞ്ഞാലും ഏറ്റവും വൃത്തികെട്ട പ്രവർത്തനങ്ങൾ പിശാച് ചെയ്തു കൊടുത്താലേ പിശാചും ചെയ്യും സാധിക്കും. എപ്പോഴും അവരെ തന്ത്രമന്ത്രങ്ങളൊക്കെ ജിന്നുകളോട് സഹായം തേടുകയാണ്. മൗലവി ഗ്രൂപ്പിന്റെ
പൊളിഞ്ഞ തൗഹീദിനെക്കുറിച്ച് മുജാഹിദ് വിഭാഗത്തിന്റെ ഹദീസ് പണ്ഡിതനും ഇപ്പോൾ മടവൂർ ഗ്രൂപ്പുകാരനുമായ സലാം സുല്ലമി. മനുഷ്യനെ വഴികേടിലാക്കുന്നവരെ ശൈത്താന്മാരെ ഞാൻ മനുഷ്യന് അവരുടെ സഹായം വെച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ജിന്ന് പൂജ നടത്തിയാലും ജിന്നിനെ വിളിച്ച് തേടിയാലും ഒന്നും തന്നെ ചെയ്തുതരാൻ സാധ്യല്ല. ജലാലേനി വരെ കൊടുക്കുന്ന അർത്ഥം മനുഷ്യർക്ക് സഹായം ചെയ്യുന്നൊരു സഹായിയാക്കിയിട്ട് ജിന്നിനെ വെച്ചിട്ടില്ല. ഇന്ന് എത്രത്തോളം എന്നറിയാം, എൻ്റെ അടുത്ത് പുസ്തകമുണ്ട്. അമേരിക്കയിൽ ജിന്നിനെ ശൈത്താനെ ആരാധിക്കുന്ന വലിയൊരു പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലീഷിൽ 2 പുസ്തകമുണ്ട് എൻ്റെ അടുത്ത്. ഞാൻ കൊണ്ടുവരാന്ന് പറയാൻ വേണമെങ്കിൽ കൊണ്ടുവരാം. അമേരിക്കയിൽ വലിയൊരു പാർട്ടിയാണ് ശൈത്താൻ ആരാധിക്കുക. ഓരോ വാദം എന്തായാലുണ്ടോ, പർച്ചോനെ വിളിച്ച് തേടിയാലും ഉപകാരം കിട്ടണമെങ്കിൽ കുറെ നിബന്ധനയുണ്ട്. ഒന്ന്, നമ്മുടെ വസ്ത്രം ശുദ്ധമായിരിക്കണം, ഹറാമാവരുത്. ഭക്ഷണം ഹറാമാവരുത്. ആ ഹദീസൊക്കെ അവർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് പുസ്തകം. ഇന്ന് വലിയൊരു പ്രസ്ഥാനമാണ് അമേരിക്കയിൽ വാർത്തത് പിശാചിനെ ആരാധിക്കുന്നത്. കാരണം പിശാചിനെന്ത് തോന്നിയാസം ചെയ്താൽ മതി, എന്നിട്ട് നരബലിയൊക്കെ നടത്തുന്ന. അപ്പൊ തമ്മാടിത്തരം തമ്മാടികൾക്ക് ആരോ അദൃശ്യ മാർഗത്തിലൂടെ സഹായിക്കുക പിശാച്ചാണ്. ദൈവം അദൃശ്യ മാർഗത്തിലൂടെ നമ്മളെ സഹായിക്കണമെങ്കിൽ എന്ത് വേണം? ബന്ധങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. ഈ സെലഫികൾ, ഗൾഫ് സെലഫി, ഈ യഥാർത്ഥ ഒറിജിനൽ ആളുകളുണ്ടല്ലോ, നമ്മളൊക്കെ വ്യതിയാനം സംഭവിച്ചവരാണല്ലോ. വ്യതിയാനം സംഭവിക്കാത്ത ആ ഓഡിയോകൾ കേട്ടു നോക്കൂ സുഹൃത്തുക്കളെ. ഈ KK സക്കരിയ പ്രസംഗിക്കുക, പിശാചിനെ പൂജിച്ചാൽ ആരാധിച്ചാൽ അദൃശ്യ മാർഗത്തിലൂടെ ഉപകാരം ചെയ്തു കൊടുക്കുന്നു. അപ്പൊ എവിടത്തെ നമ്മൾ തൗഹീദ്? മുജാഹിദ് പ്രസ്ഥാനം പല തൗഹീദ് അവിടെ സുഹൃത്തുക്കളെ. ചൂടുവെള്ളമൊഴിക്കുമ്പോഴും ഡെസ്ക് നീക്കുമ്പോഴും തേങ്ങയിടുമ്പോഴുമൊക്കെ മുജാഹിദുകൾ ഇപ്പോൾ ജിന്നിനെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ചു, ഇപ്പൊ അയാൾ അവിടെ ഇരിക്കുകയാണ്, ഞാനിപ്പോ ആ ഡെസ്ക് തള്ളിയിട്ട് ആ ജിന്നല്ലേ അവിടെ കുടുങ്ങിപ്പോലെ എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ ഇരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ച്. കാരണം ഇപ്പൊ ആ ജിന്ന അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാനിപ്പോ ഇത് അയാളെ ഞാൻ കാണുന്നില്ലല്ലോ, ഞാനിപ്പോ ഈ ഡെസ്ക് അങ്ങ് നീക്കിയിട്ട് അവനവിടെ കുടുങ്ങുമല്ലോ, അവനോട് പ്രതികരിക്കും എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചു പോയതാണ്. ഇപ്പോ വേറൊരു സ്ഥലത്ത് ഒരു സ്ത്രീക്ക് പ്രയാസം ഉണ്ടായി. ചോദിച്ചാൽ എന്തിനാ എൻ്റെ മേത്ത് മീനിന്റെ വെള്ളം ഒഴിച്ചതെന്നാണ് ചോദിച്ചത്. ഈ സ്ത്രീ മീൻ കഴിയ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചപ്പോൾ അവിടെ ജിന്ന് നിൽക്കുന്നത് സ്ത്രീക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. ഇബ്നു തൈമിയ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം പറയുന്നുണ്ട്, അറിയാതെ ചൂടുവെള്ളം ഒഴിക്കുക, ആ സമയത്തൊക്കെ ഈ ജിന്നുകളുടെ ദേഹത്തിന് അവർ പ്രതികരിക്കും. അപ്പൊ ഇവർ നമ്മൾ കാണാതെയാണ് ചെയ്യുന്നതെന്ന് അവർ കരുതില്ല. ഇപ്പോൾ നമ്മുടെ ദേഹത്തൊരാൾ മൂത്രമൊഴിച്ച് എങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ ഒരു സ്ത്രീയെ ബാധിച്ചതിനെ കുറിച്ച് പറഞ്ഞതാ, സ്ത്രീ എന്ന് നേരെ പോയി മൂത്രമൊഴിച്ച് ജിന്ന് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു കാക്കൂസിനകത്ത്, അതിന് മേത്ത മൂത്രമൊഴിച്ച്, പിന്നെ ജിന്ന് പ്രതികരിക്കായിരിക്കും. അപ്പോൾ എന്താണ്? അല്ലാഹുമ്മ അഊദുബിക്കൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് പ്രാർത്ഥിക്കാൻ നബി സ്വല്ലം പഠിപ്പിച്ചു. ആൺപെൺ പിശാചുക്കളിൽ നിന്ന് അഭയം തേടണമെന്ന്. പക്ഷെ നമ്മുടെ മദ്രസ വിദ്യാർത്ഥികൾക്കൊന്നും അതിന്റെ അർത്ഥം കിട്ടൂല ഇപ്പൊ. കാരണം എന്താ? അശുദ്ധിയിൽ നിന്നും വൃത്തിഹീനതയിൽ നിന്നും അഭയം തേടണമെന്നൊക്കെ ഇപ്പോഴത്തെ പുസ്തകങ്ങളുള്ളത്. ജിന്നുകളെ വയസ്സ് ചിലപ്പോൾ 100 ആവാം, 200 ആവാം, 1000 ആവാം. കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ളവരെ വർത്താനമൊക്കെ ചിലപ്പോൾ ഈ നൂറ്റാണ്ടിലുള്ളവർ പറയും. വല്യാപ്പാൻ്റെത് മകൻ പറയും. അതേപോലെ നമുക്ക് വല്യാപ്പാനെ കണ്ട് പരിചയമെടുക്കാം, മകൻ ചിലപ്പോൾ വല്യാപ്പാനെ കണ്ടിട്ടുണ്ടാവില്ല. എന്താ കാര്യം? വല്യാപ്പാനെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ ഇടപെടുന്നതാണ്. മനസ്സിലായില്ലേ? നമ്മളത് റൂഹ് കൂടി മരിച്ചു അയാൾ ആത്മാവ് കയറി എന്നൊക്കെയാ പറയാം. അത് ആത്മാവ് കയറുന്നതല്ല, അവിടെ പരിചയമുള്ള ഒരു ജിന്ന് ഇവിടെ പണിയെടുക്കുന്നതാണ് പിന്നെ തലമുറയിൽ. കാരണം അത്രയും ആയുസ്സുള്ളതുകൊണ്ടാണ്. അത് നമുക്ക് അത്തരം വിഷയങ്ങൾ പറയും വിശദീകരിക്കാം. ഇതൊന്നും ഉമ്മാമ്മമാര് പറയുന്ന അന്ധവിശ്വാസമല്ല, അള്ളാഹുവിന്റെ റസൂൽ വഹി അനുസരിച്ച് പഠിപ്പിക്കുന്ന കാര്യമാണ്. ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസ് ഞങ്ങളെ കേൾപ്പിക്കുന്നത്. ഇതിനെ പുച്ഛത്തോടു കൂടി തള്ളുന്ന ആൾക്കാരുണ്ട്. ജിന്നുകളിൽ വലിയ ഒരു പങ്ക് നമ്മുടെ മിത്രങ്ങളാണ്, നമ്മെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നവരാണ്, എപ്പോഴും നമ്മുടെ കൂടെ കൂട്ടാളിയായിട്ടുണ്ടാകുന്നവരുമാണ്. നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിനെ നന്മയിലേക്ക് ചിന്തിക്കുകയും തിന്മയുടെ സാഹചര്യം വരുമ്പോൾ നമ്മെ അതിൽ നിന്ന് തെറ്റിക്കുകയും തിന്മകളിൽ നമ്മുടെ കണ്ണ് അടയ്ക്കുകയും നമ്മുടെ കാലുകളെ അവിടെ നിന്ന് മാറ്റി സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് സത്യവിശ്വാസികളായ ജിന്നുകളുടെ സാമീപ്യവും സാന്നിധ്യവും കൊണ്ടുകൂടിയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അത് സംഭവിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. ജിന്നുകൾ മനുഷ്യരുമായി യഥേഷ്ടം ഇടപഴകിക്കൊണ്ടാണുള്ളത് എന്നർത്ഥം. സന്മാർഗം കാണിക്കലും നന്മയിലേക്ക് വഴി നടത്തലും അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ വിശേഷണമാണ്. അത് മറ്റുള്ളവർക്ക് ചാർത്തൽ ശിർക്കാണ് എന്ന് പ്രസംഗിച്ചവരാണ് ഈ പറയുന്നതെന്ന് ഓർക്കുക. മൗലവി വിഭാഗത്തിന്റെ തൗഹീദ് സുല്ലമി വിശദീകരിക്കട്ടെ. പണ്ഡിതന്മാരെ പ്രസംഗിച്ചടക്കുക. അപ്പൊ
അപ്പൊ ഒന്നാമത്തെ നമ്മൾ ചിന്തിച്ചാൽ മതി, പിശാചിന് ഇത്രത്തോളം ധനത്തിൽ വരെ നഷ്ടം ഉണ്ടാക്കുന്ന, നമ്മുടെ ധനത്തിൽ നഷ്ടം ഉണ്ടാക്കാൻ പിശാചിന് സാധിക്കുന്നവരോ അന്ന് മുശ്രിക്കല്ലേ? എനിക്ക് മുതലാളിക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാൻ കൂട്ടാൻ ഇവന്മാര് തൗഹീദിൽ വ്യതിയാനം ഉണ്ടായത് ഇവര് വ്യതിയാനം ഇങ്ങോട്ട് ആരോപിച്ച് ആ പടച്ചോൻ പറഞ്ഞ നബി പറഞ്ഞു, ഒരാൾ നമ്മൾ മുനാഫിക്ക് അല്ലെങ്കിൽ കാഫിർ എന്ന് വിളിച്ചാൽ വിളിച്ചോൻ കാഫിർ അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവൻ കാഫിർ അല്ലെങ്കിൽ വിളിച്ചോനാവുന്ന അറിഞ്ഞ്. അതാണ് സംഭവിച്ചത്. ഇവിടെ മുജാഹിദുകളിൽ ഒരു കൂട്ടത്തിന് വ്യതിയാനം ഉണ്ടെന്ന് ആരോപിച്ചപ്പോൾ ഇവർക്ക് തൗഹീദ് വരെ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുമായി ജിന്നുകൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുമെന്നും അതിൽ കുട്ടികളുണ്ടാകുമെന്നും. ജിന്നുകൾ എങ്ങനെയാണ് ലൈംഗിക വീഴ്ചയിൽ പങ്കാളികളാവുന്നത് എന്ന് ഭൗതികമായി നമുക്കറിയില്ല എന്ന് കരുതി അങ്ങനെ ഒരു പ്രതിഭാസമില്ല എന്നാരും കരുതരുത്. ബിസ്മില്ല എന്ന് ചൊല്ലാതെ ഒരാൾ ഭാര്യയുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടാൽ ആ ഏർപ്പാടിൽ ഒരു ശൈത്വാൻ കൂടി പ്രവേശിക്കും. അതുകൊണ്ട് നിങ്ങൾ ബിസ്മില്ല, മനസ്സിലായില്ലേ, അഊദു ബില്ലാഹി എന്ന് നമ്മൾ പറയണം. അല്ലാഹുമ്മ ജന്നിബി ശൈത്വാന മിമ്മാ റസഖ്തന എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ചു. ഖുർആനിൽ നിങ്ങൾക്ക് കാണാം 18-ാമത്തെ സൂറത്തിലെ 50-ാമത്തെ ആയത്ത്, അഫ തത്തഖിദൂനഹു ദുർരിയതഹു ഔലിയ മിൻ ദൂനി, എന്നെ കൂടാതെ ഔലിയാക്കന്മാരെ, അവനെയും അവന്റെ മക്കളെയും നിങ്ങൾ ഔലിയാക്കളായി സ്വീകരിക്കുകയാണോ? ഷെയ്ത്താനും ഷെയ്ത്താന്റെ മക്കളും. അപ്പൊ ജിന്നുകൾക്ക് ജിന്നുകളിലും മക്കളുണ്ടാകും, ജിന്നുകൾക്ക് മനുഷ്യരിലും മക്കളുണ്ടാകും. അപ്പൊ ഈ നടന്നു വരുന്ന മനുഷ്യനാരാ? ഈ ക്ലാസ് എടുക്കുന്ന മൗലവി ഏതാ? ചോദ്യമാണ്. ഇയാൾ ഏതെങ്കിലും ജിന്നിന്റെ മോനാണെങ്കിലോ അള്ളാഹു അല്ലാതെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, മനുഷ്യൻ തന്നെ ആയിരിക്കും. പക്ഷേ അള്ളാഹുവിന്റെ കാവലില്ലെങ്കിൽ ഷെയ്ത്താന്റെ സ്വഭാവവും പ്രവർത്തനവും, ഷെയ്ത്താന് വേണ്ടിയുള്ള ദഅവത്തും പോസ്റ്ററും മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഇല്ലാത്തൊരവസ്ഥ വരും. അതെന്തുകൊണ്ടാ? ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ സമയത്ത് പിശാചിൽ നിന്ന് അവൻ ശരണം തേടുന്നില്ലെങ്കിൽ ഏർപ്പാടിൽ ഷെയ്ത്താൻ കൂടി പങ്കാളിയാകും. മഹാത്മാക്കൾ സഹായിക്കുമെന്നതിനുള്ള തെളിവുകളെ അന്ധമായി നിഷേധിക്കുകയും വളച്ചൊടിക്കുകയും ചെയ്യുന്ന സ്വലാഹി പിശാചി സഹായിക്കുമെന്നതിന് ആയത്തോതി തെളിവുണ്ടാക്കുകയാണ്. കേന്ദ്രങ്ങളിലുള്ള പല ആളുകൾ ദിവ്യാത്ഭുതങ്ങൾ കാണിക്കും, അല്ലേ? അത് യഥാർത്ഥത്തിൽ ശൈത്താനെ ഉപയോഗിച്ചാണ് അവരതൊക്കെ ചെയ്യുന്നത്. ശൈത്താനാണ് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ വിഭൂതി എടുത്തു കൊടുക്കുന്നു, ചില തട്ടിപ്പുകളിലൂടെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ HMT വാച്ച് കൊടുക്ക് അത് കൊടുക്കും. ജർമ്മനിയിലുള്ള മരുന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിച്ചു കൊടുക്കുന്നത്. എങ്ങനെ? പ്ലെയിന് പോകുമ്പോൾ പോകാൻ ശൈത്താന് കഴിയും. അതുകൊണ്ടാണല്ലോ ജിന്നിൽപ്പെട്ട മല്ലൻ പറഞ്ഞു എന്ത് സുലൈമാൻ നബിയോട്, നിങ്ങൾ ഇവിടുന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാം? ആ സിംഹാസനം ഇവിടെ കൊണ്ടുവരാം. അത്രയും ഭാരമുള്ള സിംഹാസനം ആ വായുവിലൂടെ ഇങ്ങനെ വഹിച്ചു കൊണ്ടുവരാൻ ആർക്ക് കഴിയും? പിശാചിന് കഴിയും. മനുഷ്യനില്ലാത്ത ഒരുപാട് കഴിവുകൾ. സുലൈമാൻ നബിയുടെ ചരിത്രങ്ങൾ ഖുർആനിൽ നിന്ന് എടുത്തു നോക്കൂ. സുലൈമാൻ നബിയുടെ സൈന്യത്തില് ജിന്നുകളുണ്ടായിരുന്നു. ആ ജിന്നുകളെ സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. ആ ജിന്നുകൾ ഉപയോഗിച്ച് കടലിൽ മുങ്ങി രത്നങ്ങൾ എടുക്കാൻ, വലിയ വലിയ മണിമാലികകൾ പണിയാൻ ഒക്കെ അദ്ദേഹം ശൈത്താൻ ഉപയോഗിച്ചിരുന്നു. അപ്പൊ പിശാചിന് മനുഷ്യനില്ലാത്ത ഒരുപാട് കഴിവുകൾ. ആ കഴിവുകൾ കൊണ്ടൊക്കെ പിശാച് അവന്റെ ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കും. മൗലവി വിഭാഗത്തിന്റെ ദിശയെക്കുറിച്ച് അബ്ദുസലാം സുല്ലമി. ജിന്നിന് അദൃശ്യകാരി അറിഞ്ഞ് പ്രസംഗിച്ചോ? അഭൗതിക മാർഗത്തിലൂടെ പലരും പേടിച്ചാണ് നിങ്ങൾ പ്രസംഗിക്കുന്നതപ്പം. ജിന്ന് പൂജകന്മാർക്ക് വരെ, സാത്താൻ ആരാധിക്കുന്നവർ വരെ നിങ്ങൾ ആയത്തോയി തെളിവുണ്ടാക്കുക. ഇപ്പൊ നമ്മൾ വേണ തൗഹീദ് ഏതാണ് മുജാഹിദ് വേണ തൗഹീദ്? ബദരീങ്ങളെ വിളിച്ച് തേടിയാ ഉപകാരം ചെയ്യൂല, ഇഫ്രീത്തിനെ വിളിച്ച് തേടിയാ ഉപകാരം ചെയ്യുന്ന അതാണ് ഔട്ടറെ തൗഹീദ്. ഒരു പ്രസംഗിക്കണം അങ്ങനെയല്ലേ? മമ്പറുണ്ടാങ്ങളെ വിളിച്ചാൽ ഉപകാരം ചെയ്യൂല, ഇഫ്രീത്ത് എന്ന മല്ലനെ വിളിച്ചാൽ ഉപകാരം ചെയ്യും, സുലൈമാൻ നബിന്റെ ഇഫ്രീത്തിനെ വിളിച്ച് തേടിയാ ഉപകാരം ചെയ്യുന്നല്ല പ്രസംഗിക്കുന്നത്. സംശയമുണ്ടോ? ഈ മേശമുള്ള കാസറ്റ് വെച്ചോക്കി, ഓഡിയോ കാസറ്റ് വെച്ചോക്കി ഉണ്ടോ എന്നുള്ളത് ഇത്രത്തോളം പറയാം. അപ്പൊ ചോദ്യം ചോദിച്ച് എന്നാ മുസ്ലിം ജിന്നിനെ മുസ്ലിങ്ങൾ വിളിച്ചാൽ ഉപ്പാർ അതിന് വ്യക്തമായ മറുപടി അറിയില്ല. എനിക്കിപ്പോ പറയാൻ കഴിയില്ല അങ്ങനത്തെ എന്തെങ്കിലും. കാഫിറായ ജിന്ന് കാഫിറായ മുസ്ലിമിനെ കാഫിറായ മനുഷ്യനെ സഹായിക്കുന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതുപോലെ മുസ്ലിമിന്റെ സഹായികൾ കിട്ടിയേക്കാൻ, പക്ഷേ അങ്ങനെ സ്വാധീനിച്ച് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് പറയാൻ കഴിയില്ല. മുസ്ലിം ജിന്നുണ്ടല്ലോ, നമ്മൾ മുസ്ലിം ജിന്നിനെ വിളിച്ച കാഫിരിങ്ങളെ ഈ ഫിരീത്തിനെ വിളിച്ചാല്, കാഫിർ ജിന്നിനെ വിളിച്ചാല് കിട്ടുമെങ്കിൽ നമ്മൾ നല്ല ജിന്നിനെ വിളിച്ചു നോക്കുക. അപ്പൊ നല്ല ജിന്നിനെ വിളിച്ചാൽ കിട്ടൂല, മല്ലൻ ജിന്നിനെ വിളിച്ചാൽ കിട്ടും. അതാണ് അമേരിക്കയിലെ സാത്താന്റെ ആരാധകന്മാർ പുസ്തകത്തിൽ എഴുതുന്നത്. സിഹിർബാധ നിഷേധിച്ച മുജാഹിദുകൾ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും സിഹിർ ബാധിച്ചിരുന്നുവെന്ന് പറയുന്നു. അഭൗതികമായി സാഹിറിന് നമ്മെ ഉപദ്രവം ചെയ്യാൻ കഴിയുമെന്നാണ് മുജാഹിദുകളുടെ പുതിയ വിശ്വാസം. മനസ്സിലായില്ലേ?
അള്ളാഹുവിന്റെ റസൂലിന് ഒരിക്കലും ഇങ്ങനെ ഒരു ചെറിയ സംശയം, എന്തപ്പത് ഇന്നലെ ഇപ്പൊ ഏത് ഭാര്യന്റെ അടുത്ത് പോയി, നാളെ എവിടെ പോകേണ്ടത്? നബിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ, എന്തോ ഒരു ഓർമ്മപ്പശക്ക് പറ്റിയതുപോലെ നബിക്ക് തോന്നി. അള്ളാഹു വഹീയിലൂടെ അറിയിച്ചു കൊടുത്തു, ഏതോ ഒരു ജൂതൻ, ബുഖാരിലെ ഹദീസാണ്, ഉപദ്രവിക്കാൻ വേണ്ടി ഒരു കിണറ്റിൽ കൊണ്ടുപോയി ഒരു ചീർപ്പും മുടിക്കെട്ടും ഉപയോഗിച്ചുകൊണ്ട് ഒരു കിണറ്റിന്റെ വെള്ളത്തിൽ എന്തോ മാട്ടുമാരണം നടത്തിയിരിക്കുക. ആ മാരണം ചെയ്ത വെള്ളം നിറവ്യത്യാസം വന്ന് കിടക്കുന്നതായിട്ട് കണ്ടു. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു വഹീയുടെ അറിയിച്ചു കൊടുത്തു, ഒരാളെ പറഞ്ഞയച്ച ആ വസ്തു അതിൽ നിന്ന് എടുത്ത് പുറത്ത് കിട്ടു. നബിക്ക് ആ ചെറിയ മാനസികമായ വിഷമം നീങ്ങിപ്പോയി എന്നാണ് സഹീഹുൽ ബുഖാരിന്റെ ഹദീസിലുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഇതുകൊണ്ട് വന്നേക്കാം, പക്ഷെ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന് മാത്രം പ്രത്യേകമാണെന്ന് പറഞ്ഞിരുന്ന രോഗമുണ്ടാക്കൽ എന്ന വിശേഷണം ഷെയ്ത്താനും വകവെച്ചു കൊടുക്കുന്നു ഇപ്പോൾ മുജാഹിദുകൾ. എല്ലാ രോഗത്തിനു പിന്നിലെയും ഒരു കാരണം ഷെയ്ത്താനാണെന്നും ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് മാത്രം ഇത് ഭേദമാകില്ലെന്നും ആത്മീയ ചികിത്സ കൂടി വേണമെന്നും ഇവർ ഇപ്പോൾ പറയുകയാണ്. അതും പിശാചിലൂടെ ഉണ്ടാകും. വെറും മാനസികമായിട്ട് മാത്രമേ പിശാചിനെ ഉപദ്രവിക്കാൻ പറ്റൂ എന്നുള്ള ധാരണ ശരിയല്ല എന്ന് പറയാൻ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പിന്നെ അയ്യൂബ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന് ഇന്നീ മസ്തനിയ ഷൈത്താൻ, അദ്ദേഹം ദീർഘകാലം രോഗിയായി കിടന്നു, കുടുംബം വരെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു എന്നാണ് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പൊ എന്താണ്, അത്രത്തോളം എത്തി. അത് പിശാജ് വരുത്തിയ രോഗം. ലോകത്ത് ഏത് രോഗമുണ്ടോ ആ രോഗത്തിനൊരു കാരണം ഉണ്ടാവും, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഒരു വൈറസ് അതിന്റെ പിറകിൽ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, അല്ലേ? ആ കാരണങ്ങളിൽ, എല്ലാ രോഗത്തിന്റെയും കാരണങ്ങളിൽ ഒന്ന് ശൈത്താനാണ്. പനിയാവട്ടെ, ജലദോഷാവട്ടെ, പിന്നെ ചുമയാവട്ടെ, മറ്റ് ഏതെങ്കിലും രോഗം, വലിയ വലിയ ക്യാൻസർ ആവട്ടെ, വലിയ വലിയ മാരക രോഗങ്ങളാവട്ടെ, എന്തായിരുന്നാലും ശരി, അതിനൊരു പല കാരണങ്ങൾ കൊണ്ട് ഒരു രോഗമുണ്ടാകാം. എല്ലാ രോഗങ്ങളുടെയും ഒരു കാരണം ശൈത്താനാണ്. മറ്റു കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗം നമ്മുടെ ചികിത്സ കൊണ്ട് തന്നെ മാറും. ഷെയ്ത്താൻ കാരണമായിട്ടുണ്ടാകുന്ന രോഗം മാറാൻ ഡോക്ടർമാരുടെ ചികിത്സ മാത്രം മതിയാവില്ല, പ്രാർത്ഥന വേണം. പിശാചിൽ നിന്ന് ശരണം തേടാനുള്ള മന്ത്രങ്ങൾ, പ്രാർത്ഥനകൾ നമ്മിൽ നിന്ന് ഉണ്ടായിരിക്കണം. ധാരാളം പ്രാർത്ഥനകൾ ആ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് ഇവർ പുതിയ ചികിത്സാ കേന്ദ്രങ്ങളും തുറന്നിട്ടുണ്ട്. ആത്മീയ ചികിത്സകളെ പരിഹസിച്ചു തള്ളിയ മൗലവിമാർ ഇപ്പോൾ സകല രോഗത്തിനും പിന്നിൽ ശൈത്താനുണ്ടെന്നും കറുത്ത പൂച്ചയും കറുത്ത പട്ടിയുമൊക്കെ പിശാചാണെന്നും വിവാഹം മുടക്കുന്നത് ജിന്നാണെന്നുമൊക്കെ പറഞ്ഞ് അണികൾക്കിടയിൽ ഭയവിഹ്വലതകൾ സൃഷ്ടിച്ച് അടിച്ചിറക്കൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ജിന്ന് പ്രവേശിക്കാനുള്ള ചില രംഗങ്ങളുണ്ട്. രംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊരാളിലേക്കും പെട്ടെന്ന് ഒരു ജിന്നും കടന്നു വരാൻ സാധ്യമല്ല. ഒന്ന്, ശക്തമായ പേടി, ശക്തമായി പേടിക്കുക. ചിലപ്പോൾ ഇടിമിന്നലായിരിക്കും, അല്ലെ ചിലപ്പോൾ എന്തെങ്കിലും സാധനം മുന്നിൽ വന്ന് വീണപ്പോഴായിരിക്കും പെട്ടെന്ന് പേടിക്കുക. ഒരിക്കലുള്ള ഒരു ജിന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, നീ എങ്ങനെയാണ് പ്രവേശിച്ചെന്ന് ചോദിച്ചോ പറഞ്ഞത്, ഞാനൊരു കറുത്ത പട്ടിയുടെ രൂപത്തിൽ ഇവളുടെ അടുത്ത് ചെന്നിട്ട് ഇവളെ ഞാൻ ഇങ്ങനെ ഓടിച്ച് അങ്ങനെ അവൾ വീണ് എന്നാണ് പറഞ്ഞത്. ഈ രോഗി ബോധത്തിലേക്ക് വന്ന സമയത്ത് ഈ സംഭവം ചോദിച്ചു. അപ്പോൾ പറഞ്ഞത്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഈ രോഗം തുടങ്ങുന്നതിന് മുമ്പുള്ള സംഭവമാണ് പറഞ്ഞത്. അന്ന് വേനൽക്കാലമായിരുന്നു, മുറ്റത്ത് വെച്ചാണ് ഞങ്ങൾ കഞ്ഞിയൊക്കെ വെച്ചിരുന്നത്. അങ്ങനെ ഒരു കറുത്ത പട്ടി വന്ന് വല്ലാതെ ശല്യപ്പെടുത്തി. അപ്പം ഞാൻ ഉമ്മാന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓടി വീടിനകത്തേക്ക് കയറി അവിടെ അങ്ങ് വീണ് എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ഈ രോഗം ആരംഭിക്കുന്നതാണ് രോഗിയുടെ ബന്ധുക്കൾ പറയുന്നത്. കോഹിനൂർ വെച്ചിട്ട് കുണ്ടിൽ അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ജിന്ന് ചാത്ത സേവൻ്റെ അടുത്ത് പോകുന്നത്. അദ്ദേഹത്തിന് പോയിട്ട് അദ്ദേഹത്തിൽ ഖുർആൻ ഓതിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തലവെച്ച് ഞാൻ ഖുർആൻ ഓതിയത്. അല്ല, അദ്ദേഹം ചികിത്സിക്കാൻ വേണ്ടിയില്ല. ഒരാളും സ്വയം ഇഷ്ടപ്പെടാതെ ചികിത്സ ഭരിക്കൂല. എനിക്ക് ചികിത്സിക്കണമെന്നൊരാൾ ആത്മാർത്ഥ തീരുമാനിച്ചാൽ പോലും ചികിത്സിക്കാൻ പ്രയാസമാണ്. അങ്ങനെ ഒരാൾ തീരുമാനിക്കുന്നതിന് ചികിത്സിക്കാൻ സാധ്യമല്ല, പ്രയാസം, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ തലയൊക്കെ വെച്ചത് ഉടനെ ആ ആളുകൾ കണ്ടു നിന്നതാണ് അദ്ദേഹം ഇളകി എഴുന്നേറ്റ് ഓടി എന്നുള്ളത്. വയസ്സനായി വടിയും കുത്തിപ്പിടിച്ചെന്ന ആള് ഇത് ഓതി ഉടനെ ഇളകി, എന്നെ നിങ്ങൾ പുറത്താക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടുകയാണ്. അദ്ദേഹത്തെ മകനടക്കാൻ സാക്ഷിയാണ്. അതിനുശേഷം അയാൾ പൂജ ചെയ്യുന്ന റൂം സന്ദർശിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. അപ്പോൾ കുറേ നിർബന്ധിച്ചു, അയാൾ സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം പൂജ ചെയ്യുന്ന റൂമിലേക്ക് ചെന്ന് അവിടെ ചെന്നപ്പോൾ ഒരു കറുത്ത പൂച്ച ചാടി വന്നു ഉടനെ ഒന്നും കയ്യിലൊന്നുമില്ല എന്നൊരു സ്റ്റൂളാണ് എടുത്തുകൊണ്ട് ആ സ്റ്റൂൾ കൊണ്ട് അടിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോഴും
പൂച്ച ജനലിൻ്റെ പുറത്ത് ചാടിയെങ്കിലും ഇങ്ങനെ ഭയങ്കര പ്രതിഷേധത്തോടു കൂടി ഇങ്ങനെ വായും തുറന്നു നിന്നു. അപ്പോൾ നോക്കുമ്പോഴുണ്ട് അവിടെ ഒരു തടി ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറയിലായിട്ട് 2 കറുത്ത പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചെന്നാൽ ഈ പൂച്ചക്കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുമെന്ന് വിചാരിച്ചില്ല ഈ പൂച്ച ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഇതിൽ. പിന്നീട് ഞാൻ പല സ്ഥലങ്ങളിലും പൂച്ചക്കുഞ്ഞുങ്ങളുള്ളിടത്ത് പൂച്ചേൻ്റെ അടുത്ത് പോയിട്ട് പല ടെസ്റ്റുകൾ നടത്തി. എന്തെങ്കിലും ചെയ്താൽ ഈ പൂച്ച ഇങ്ങനെ കാണിക്കുമെന്ന് അറിയാൻ വേണ്ടി. പൂച്ച ഇങ്ങനെ ചിലപ്പോൾ ഒന്ന് കരഞ്ഞൊക്കെ വരുമെന്നല്ലാതെ ഈ പൂച്ച കാണിച്ച പോലുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ എൻ്റെ കൂടെ വന്ന ആളുകൾക്ക് സാക്ഷിയാണ്. ഇതിന് ശേഷം ഞാൻ പല ജിന്ന് സേവ ചെയ്യുന്ന സ്ഥലങ്ങൾ നോക്കുമ്പോൾ ഈ കറുത്ത പൂച്ചകളൊക്കെ കൂടുതൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ ജിന്ന് ബാധിക്കുന്നത്? ഈ ജിന്ന് ബാധിച്ചാൽ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ലഘുവായിട്ടൊന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ജിന്ന് ബാധിക്കുന്നത് ആളുകളെ? എല്ലാ ജിന്നും ബാധിക്കുമോ? എല്ലാവരും ബാധിക്കുമോ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, പ്രധാനമായും 3 കാരണങ്ങളാണ് ജിന്ന് ബാധിക്കുന്നത്. ഒന്ന്, സ്നേഹം മൂലം. സ്നേഹം മൂലം എന്ന് പറഞ്ഞാൽ സുന്ദരിയായൊരു പെണ്ണ്, ആ സുന്ദരി പെണ്ണോട് താല്പര്യം തോന്നുന്നു, അവൾ പ്രവേശിക്കുന്നു. അല്ലെ നല്ലൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനിൽ പ്രവേശിക്കുന്നു. എന്നാൽ അതിൽ നിന്ന് അവർ ശാരീരിക സുഖങ്ങൾ അനുഭവിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർആനിൽ സ്വർഗത്തിലെ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ലം യത്മിസ്ഹുന്ന ഇൻസും ഖബ്ലഹും വലാ ജാൻ. അവർക്കും മനുഷ്യരോ ജിന്നുകളോ സ്പർശിച്ചില്ല. ഈ സ്പർശം എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധമാണ്. ഇവിടെ ഇങ്ങനെ ചികിത്സക്ക് വരുന്ന ആളുകളെ അവരോട് ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട് അവരുമായി ശാരീരിക ബന്ധം പുറത്തുനിന്ന് അവർക്ക് അനുഭവപ്പെടാറുണ്ട് എന്നുള്ളതാണ്. അത് പുരുഷന്മാരും പറയാറുണ്ട്, സ്ത്രീകളും പറയാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ കല്യാണം കഴിച്ചാലും ഈ സ്ത്രീക്ക് ഭർത്താവിനും വേണ്ടി വരില്ല, ഭർത്താവിന് ഈ ആണിന് ഭാര്യയും വേണ്ടി വരില്ല. അവരല്ലാതെ തന്നെ അവർ ജീവിച്ചു പോവുകയാണ്. എന്ന് മാത്രമല്ല ഗർഭം പോലും ധരിക്കില്ല. കാരണം ഗർഭിണിയാകുന്നതൊക്കെ ഈ ഉള്ളിലുള്ള ജിന്നിന് ഇഷ്ടമല്ല, ഗർഭിണിയാകുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഗർഭമൊക്കെ അലസി പോകാനൊക്കെ അതിന് കാരണമാകാറുണ്ട്. പിന്നെ ചില വിവാഹ ബന്ധം തടസ്സപ്പെടുന്ന ചില സീറൊക്കെ എങ്ങനെ വെച്ചാൽ ഭർത്താക്കന്മാർ ഇങ്ങനെ കാണും, അല്ല പുതിയാപ്പിളമാർ വന്നിങ്ങനെ കാണും, ഒരു പ്രാവശ്യമേ വരുള്ളൂ, പിന്നെ അങ്ങോട്ട് വരില്ല. അങ്ങനെ പിന്നെ ഡസൻ കണക്കിന് ആളുകൾ വന്ന് കാണുകയും എന്നാൽ പെണ്ണുങ്ങളുടെ സൗന്ദര്യമുണ്ട്, പക്ഷേ വിവാഹം നടക്കൂല. അങ്ങനെയുള്ള കേസ് 2-3 പ്രാവശ്യമായി ഖുർആൻ അനുസരിച്ചുള്ള ചികിത്സ, ഖുർആൻ ഓതി ചികിത്സിച്ച ഇതിട്ട് കല്യാണം നടക്കുന്ന സംഭവങ്ങൾ എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. പിന്നെ വന്ന് കണ്ട അതേ പയ്യൻ വിവാഹം കഴിച്ചതായിട്ട്. മറിച്ച് എത്രയോ ആളുകൾ വന്ന് കണ്ട്. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ സംഭവിക്കുന്നത് പിന്നെ ഈ യുവാവ് വന്ന് ഈ യുവതിയെ കാണുമ്പോൾ പിശാച് തഹയിലുണ്ടാകും. തഹയിൽ എന്ന് നമുക്കറിയാലോ, മൂസാ നബി ഇസ്ലാമിന്റെ എന്നോട് എതിർക്കാൻ വന്ന സാഹർമാർ എന്ത് ചെയ്തത്, കയറും വടിയൊക്കെ ഇട്ട് പാമ്പാക്കി കാണിച്ചതുപോലെ ഈ സ്ത്രീയുടെ മുഖം ഒന്നിൽ വിരൂപമാക്കുകയോ അല്ലെങ്കിൽ ഒരു കിളവിയുടെ രൂപമൊക്കെ കൊടുക്കും. അപ്പോൾ കാണുമ്പോൾ ഈ ബാക്കിയുള്ളവർക്ക് ഇഷ്ടമായിരിക്കും, പക്ഷേ ഈ യുവാവിനെ നോക്കുമ്പോൾ ഒരു ഇഷ്ടപ്പെട്ട രൂപമല്ല. മാത്രമല്ല ഒരു മനസ്സിന് ആശ്വാസം ഉണ്ടാവില്ല, ഇനി അങ്ങോട്ട് പോകണ്ട എന്നുള്ള തോന്നുക. ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ആരെങ്കിലും എന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ മുഖമൊക്കെ ഈ പ്ലാസ്റ്റിക് റബ്ബർ വലിച്ച് നീട്ടുന്ന പോലെ വലിച്ച് നീട്ടുന്ന അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച ഒരു പെൺകുട്ടി പറഞ്ഞാണ്. അങ്ങനെ വിവാഹം നടക്കാത്ത അവസ്ഥ ഉണ്ടാകുക. ജമാൽ ചെറുവാടി മൗലവി വിഭാഗത്തിലെ ഉന്നതനായ നേതാവായ ഇദ്ദേഹം നടത്തിയ ജിന്ന് ചികിത്സയെക്കുറിച്ച് മടവൂർ ഗ്രൂപ്പിലെ അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കൽ, ഒരു പണിയുമില്ലാത്ത കുറേ ആളുകൾ തലയെ കെട്ടുകെട്ടി സുന്നി മുസ്ലിയാക്കളായി കൂട്ടത്തോടെ മൗലവി ഗ്രൂപ്പിലേക്ക് പോകുന്നത് എന്തു കണ്ടാണെന്ന് മനസ്സിലാക്കുക. സംഭവം മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കയറിക്കൂടുമെന്നും കേവലം ശാരീരികമായ ചികിത്സകൾ കൊണ്ട് മതിയാവില്ല, അതിനാത്മീയമായ ചികിത്സകൾ വേണം. അത് വടികൊണ്ടുമാവാം. ജമാൽ ചെറുവാടി എന്ന് പറയുന്ന ഈ വിഭാഗത്തിന്റെ വലിയൊരു നേതാവാണ് അദ്ദേഹം. ഇൽമത്രണ്ട് നമ്മൾ അത് ആക്കാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? 2 സ്ഥലത്ത് 2 ചികിത്സ അറിഞ്ഞു. ഞാൻ അറിയാത്തത്രണ്ട് എനിക്കറിയാം. ഒരു പെൺകുട്ടി എന്തോ മാനസികമായ സ്വാസ്ഥ്യം കാണിച്ചു. അവരെ ഇയാൾ പരിശോധിക്കുക. ഇയാൾ ഡോക്ടറല്ല, ഇയാൾ എഞ്ചിനീയർ അല്ല, കൃത്യമായി പറഞ്ഞാൽ മതപണ്ഡിതൻ പോലും അല്ല. കാരണം എന്താ? സ്കൂളും തികഞ്ഞിട്ടില്ല, മദ്രസയും തികഞ്ഞിട്ടില്ല. അതുങ്ങൾ കഴിയണ്ടോ? ഭൗതിക വിദ്യാഭ്യാസം ഒന്നുകിൽ അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം, രണ്ടുമില്ല. ഈ മനുഷ്യൻ ഈ പെൺകുട്ടിയെ പരിശോധിക്കാൻ, എന്നിട്ട് പരിശോധിച്ചിട്ട് ജിന്നിനെ എവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അവസാനം ഇങ്ങനെ നോക്കുമ്പോ ഒരു വിരലിങ്ങനെ കുട്ടിയുടെ. ഇയാൾ പറഞ്ഞു, ഈ വിരലിന്മേലാണ് ജിന്ന്. ഈ വിരലിന്മേലാണ് ജിന്ന്. എന്താ പ്രതിവിധി? അടിക്കണം. കുട്ടിയുടെ ആങ്ങളമാർ ഇടപെട്ടത് കൊണ്ട് കുട്ടിക്ക് അടി കിട്ടാതെ രക്ഷപ്പെട്ടു.
തീർന്നില്ല. തൊട്ടടുത്തുടനെ എടവണ്ണയിലെ മുണ്ടേങ്ങരയിലുള്ള ഒരു പെൺകുട്ടി, അത്യാവശ്യം പ്രായപൂർത്തിയായിരിക്കുന്ന ഒരു പെൺകുട്ടി, അവർക്ക് ഈ അടുത്ത് എന്തോ ഒരു മാനസിക അസ്വാസ്ഥ്യമുണ്ടായി. ജിന്നു കൂടിയതാണെന്നാണ് വിധി. ജമാലിന്റെ അരികിൽ വന്നു. ജമാൽ എന്ത് ചെയ്തു? ഈ കുട്ടിയെ അടിച്ചു. കുട്ടി നെട്ടോട്ടം ഓടുകയാണ്. എന്തൊക്കെ പരാക്രമങ്ങൾ നടത്തിയിട്ടും പ്രതിവിധിയില്ല. അവസാനം അദ്ദേഹം എന്ത് ചെയ്തു? കുട്ടിയെ മരത്തിൽ കടത്തിയിട്ട് ആ കുട്ടിയുടെ കാൽഭാഗത്ത് കയറിയിരുന്നു. ബാക്കി ഞാൻ പറയണ്ടല്ലോ, അവിടുന്ന് അങ്ങോട്ട് കുറച്ച് വൃത്തികെട്ട സംഗതികൾ. ആ കയറിയിരുന്നപ്പോ ആങ്ങളമാർക്ക് മനസ്സിലായി ഇത് അപകടത്തിലേക്കാ പോകുന്നത്. അവർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ എത്തിയപ്പോ ജമാൽ രക്ഷപ്പെട്ടു. ഇതെന്തിന്റെ പേരില? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരില. നമ്മൾ പണ്ട് കേട്ടത് വേറെ പലതിന്റെയും പേരിലായിരുന്നു. ഇപ്പോൾ കേൾക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരില. നിങ്ങൾ ആലോചിക്കുക, ഞങ്ങൾ എന്ത് കൊണ്ട് മുജാഹിദായി എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ വന്നല്ലോ. ഞാൻ അന്നേ പറഞ്ഞിരുന്നു, ഞങ്ങൾ എന്ത് കണ്ട് മുജാഹിദായി എന്നാണ് പറയേണ്ടത്. എന്റെ സമസ്തക്കാർ വരെ വലിച്ചെറിഞ്ഞിരിക്കുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ജീർണതകളെയും കുടികയറ്റുവാൻ ഏതെങ്കിലും അറബി പട്ടത്തിന്റെ അനുവാദമുണ്ടെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സാധിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോ ചില മുസ്ലിയാക്കന്മാർ വേഷം കെട്ടി രംഗത്ത് വന്നു. ആ വേഷം കെട്ടലിൽ ഇങ്ങനെ കുറെ മനുഷ്യന്മാരുടെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാടെണ്ണം ഈ അടുത്തോടെ എപ്പോഴും ഇറങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? ഒരു 3-4 മണിയോടെ ഇറങ്ങിയിട്ടുണ്ട്. കരുതിക്കൊള്ളൂ, നമ്മളെ വിശ്വാസത്തെ, നമ്മുടെ ആദർശത്തെ ചോർത്തിയെടുക്കാൻ, ചികഞ്ഞെടുക്കാൻ, പറിച്ചെടുക്കാൻ, എന്നിട്ട് ആദർശ ശൂന്യരായി നരകത്തിലേക്ക് വലിച്ചേക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കുറച്ച് മനുഷ്യന്മാർ. ചികിത്സാ രീതികളാണ്, പ്രാകൃതമായ ചികിത്സാ രീതികൾ. മുജാഹിദ് പ്രസ്ഥാനം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ തൗഹീദ് പൊളിഞ്ഞില്ലേ? സലാം സുല്ലമി ചോദിക്കുന്നു. അറക്കാന്ന ഇവന്മാർ പ്രസംഗിച്ചത് തലശ്ശേരി ഒരു 2 മാസം മുമ്പ് ഈ ജിന്നവാദം ഉണ്ടായി. ഇതുപോലെ ക്ലാസ്. അതിൽ ഓരോ പ്രവർത്തകന്മാർക്ക് സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കാൻ കൊടുത്ത് അതിൽ ഒരുത്തം വന്ന് പ്രസംഗിച്ചുണ്ടായിരുന്നുണ്ടോ? ബിഗ്രാം പാല് കുടിച്ച സംഭവമല്ലേ, അതുവരെ ശരിയാണെന്ന് അറിഞ്ഞ് പള്ളിയിൽ ഇമാമിക്കുന്ന ആളാ തലശ്ശേരി KKJK കുത്തുപോകുന്ന പള്ളിയിൽ ബിഗ്രാം പാല് കുടിച്ച സംഭവം വരെ ശരിയാണ് എന്ന് അറിഞ്ഞ് അത് ജിന്നൊന്ന് കുടിച്ചതാണല്ലോ. നോക്കി നിങ്ങൾ, ഹിന്ദു വർഗീയവാദികൾ കെട്ടിണ്ടാക്കിയതാ. എന്നിട്ട് അതുവരെ ഇവന്മാര് തെളിവുണ്ടാക്കുക. കോട്ടയത്തടുത്തുണ്ട് ഒരു വിഗ്രഹത്തിന്റെ മാതാവിന്റെ വിഗ്രഹത്തിന് എന്തോ രക്തം വന്നെന്നോ, അതുപോലെ വേറെ എവിടെയോ നമ്മൾ ഒരു വിഗ്രഹം സംസാരിച്ചെന്നോ, ഇങ്ങനെ പല രീതിയിലൊക്കെ നമ്മൾ കേൾക്കുന്നു. ഇങ്ങനെ എന്താ ഇതിന്റെയൊക്കെ പ്രശ്നം? വിഗ്രഹാരാധകരായ ആളുകളുടെ മുന്നിൽ ബിംബങ്ങൾ കയറിയതിന്റെ ജിന്നുകൾക്ക് പലതും ചെയ്യാൻ കഴിയും. ജിന്നിനെ അടിച്ചിറക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ ഈ സെൽഫി ഇവരുണ്ടല്ലോ, ഈ ഏപ്പിന്റെയും മൂലിയാർ ഇവർക്കൊക്കെ പനി പിടിച്ചപ്പോൾ ചെല്ലുന്ന തല്ല് തന്നെ നമ്മളെ പെൺകുട്ടികളെ തല്ലാൻ വിട്ടുകൊടുക്കരുത് എന്നാണ്. ഇവിടെ പാലത്തിന്റെ സംസുണ്ടല്ലോ, സംശുദ്ധി ഉണ്ടല്ലോ, KKJK ഉണ്ടല്ലോ, അവരെ പെണ്ണുക്കും കുട്ടികൾക്ക് പനി പിടിച്ചാൽ തല്ല് തന്നെ. നമ്മളെ പെൺകുട്ടികളെ തല്ലാൻ കിട്ടൂല. നിങ്ങൾക്ക് ഇവിടെ കുറെ തല്ലിയതാണ്. ഇസ്ലാഹി പ്രസ്ഥാനം മോചിപ്പിച്ച് ഇവന്മാരിപ്പോഴും പ്രസംഗിക്കാനെന്ന് തലശ്ശേരിയിലെ കേസെടുത്തൊക്കെ ഇമാമക്കാൻ ചങ്ങായി വന്നിട്ട് പ്രസംഗിക്കുക. തല്ലിയിറക്കാം, ജിന്ന് കൂടും, തല്ലിയിറക്കാം, പാല് കുടിച്ച സംഭവം, വിക്രം പാല് കുടിച്ച സംഭവം ശരിയാണ്. ഇപ്പൊ തൗഹീദ് അവിടെ പോയി കൂട്ടരെ നമ്മളെ വിക്രം പാല് കുടിച്ച സംഭവം വരെ ശരിയാണെന്ന് അപ്പന്മാർ ന്യായീകരിച്ചെടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വിഷയം അതാണ്. അപ്പൊ അത് തൗഹീദ് പൊളിഞ്ഞോ? കണ്ണേറു തട്ടുമെന്ന് ശംസുദ്ദീൻ പാലത്ത്. താങ്കളെ അലട്ടുന്ന, ദ്രോഹിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, മിൻ ശർരി കുല്ലി നഫ്സിൻ, അതേപോലെ എല്ലാ ഷർറിൽ നിന്നും, ഔ ഐനി ഹാസിദിൻ, അസൂയക്കാരന്റെ കണ്ണേറിൽ നിന്നും. കണ്ണേറ്, ഇന്നൽ ഐന ഹഖുൻ, കണ്ണേറ് സത്യമാണ്. പക്ഷെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പേക്കോലുണ്ടാക്കിയൊക്കെ അല്ല വേണ്ടത്. അത് ഹറാമായ ചികിത്സ. പടച്ചവൻ പഠിപ്പിച്ച ചികിത്സ എന്നാണ് പഠിപ്പിച്ച, അത് ചെല്ലുക വേണ്ടത്. ഇങ്ങനെയാണ്. പാവപ്പെട്ട മുസ്ലിങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി ബാഗും പിടിച്ചിറങ്ങിയ സുല്ലമിക്ക് അള്ളാഹു കൊടുത്ത ശിക്ഷയും ഗതികേടും കേൾക്കുക. ഈ പുരോഹിതന്മാരിന്ന് പ്രസംഗിച്ച് നടക്കുന്ന മുജാഹിദ് സ്റ്റേജുകൾ പ്രസംഗിച്ച് നടക്കുന്ന വിഷയങ്ങളായി മനസ്സിലാക്കേണ്ട നിങ്ങൾ എന്ത് ഗൗരവത്തിക്കുന്ന നിങ്ങൾ. പറച്ചോടെ ഞാൻ സുഖമില്ലാതെ കിടക്കുക, വെള്ളം വെയ്യ, എന്നിട്ട് ഈ ബാഗ് വെച്ച് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഖേദിച്ച് ഈ ഖുറാഫിനെ എതിർക്കാനാണ് നമ്മളിങ്ങനെ ബാഗ് വെച്ച് ഇറങ്ങാറുള്ളത്. ഇപ്പം ഈ സമുദായത്തിൽപ്പെട്ട മുജാഹിദുകൾക്ക് തന്നെ എതിരെ പ്രസംഗിക്കാൻ ഈ ഗതികേട് നമുക്ക് വന്നല്ലോ എന്ന് വിചാരിക്കുക. ദുഃഖിച്ചിട്ട് അശ്രീരന്മാരെ വീട്ടിൽ നിറങ്ങുന്നത്, കൈ വേദനിച്ചിട്ട് ചെയ്യാ. ഇത് ചിലപ്പോ സീറ ചെയ്താന്ന് അറിയട്ടോ. മുസ്ലിങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി മൗലവിമാർ ദുരുപയോഗം ചെയ്ത
അതേ ആയത്തുകൾ അവരെ തന്നെ മുശ്രിക്കുകളാക്കി തിരിഞ്ഞുകുത്തുന്നു. ഇവർ എന്തിനാണ് ഈ വൈദ്യുതം നിറഞ്ഞ് ഉദ്ധരിക്കുന്നത്? എന്താ ഇവർക്ക് കിട്ടാനുള്ളത്? യഥാർത്ഥ തൗഹീദിന് തന്നെ മുസ്ലിം സമൂഹം അകലല്ലേ? ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് അദൃശ്യമായ മാർഗത്തിലൂടെ, അഭൗതികമായ മാർഗത്തിലൂടെ പടച്ചവനെ മാത്രം പേടിച്ചാൽ മതി. ഖൈറുഷറും അള്ളാഹിൽ നിന്ന് ആണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഖൈറുഷറും ചെയ്യാൻ പറ്റില്ല കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇവിടെ വരെ തന്നെ പ്രസംഗിച്ചതല്ലേ നന്മയും തിന്മ അള്ളാഹിൽ നിന്നാണെന്ന് പറയുന്നതിന് വരെ സിഹിർ പാലിക്കുന്നത് എതിരാണെന്ന്. സുഹൃത്തുക്കളെ, മറഞ്ഞ മാർഗത്തിലൂടെ കയറും ചെറും പഠിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളിൽ ഇവർ പഠിക്കുന്നതിന്റെ ചർച്ചയുടെ കാര്യമല്ല. അത് ഞാൻ പ്രസംഗിച്ചാലേ, ഞാൻ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് പ്രസംഗിച്ചിട്ടില്ല, ഇത് കാണിച്ചു തരാനും പറ്റൂല. സിഹിർ വലിക്കല് നന്മയും തിന്മയും വരെ തൗഹീദ് വരെ എതിരാകുന്നത് ആ നിലക്ക് ഇവിടെ പ്രസംഗിക്കല്ലേ? യഥാർത്ഥത്തിൽ എതിരാവും. അഭൗതികമായ വൈദ്യാൻ നിലക്കുള്ള കഴിവ് എന്തെന്നല്ല പിശാചിന് കഴിവെന്ന് വിശ്വസിക്കല്ലേ? എന്നിട്ട് ഈ ഇളക്കാനുള്ള തൗഹീദ് മനസ്സിലാക്കി. എന്നിട്ട് ഇവന്മാരിപ്പോ പ്രസംഗിക്കണ്ട, ഇവനെ തന്നെ എന്നിട്ട് പ്രസംഗിക്കണ്ട. പിശാച്ച് പൂജ നടത്തിയാല്, പിശാച്ചിനെ ആരാധിച്ചാല് ആ പിശാച്ച് പൂജകന്മാർക്ക് പിശാച്ച് അദൃശ്യമായി ഉപകാരം ചെയ്യും. ഖുർആൻ എന്തേ പറഞ്ഞത്? അള്ളാഹ് പറഞ്ഞു നോക്കി, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ജൽപ്പിക്കുന്നവരെ വിളിച്ചു തേടിക്കൊള്ളുക, ഒരു ഉപകാരം ചെയ്യാനോ തിന്മ മാറ്റിമറിക്കാനോ സാധ്യമല്ല എന്നാണ്. ഈ ആയത്തെ അറിഞ്ഞത് തന്നെ എന്താ? ബുഖാരി ബിൻ മസൂദ് ഉദ്ധരിച്ച ഒരു വിഭാഗം ആളുകൾ ജിന്നിനെ വിളിച്ചു തേടി ആരാധിച്ചിരുന്നു. ആ ജിന്നുകൾ വരെ എന്താണ് മുസ്ലിമായി. എന്നിട്ടും ഈ മുസ്ലിം ജിന്നിനെ അവർ വിളിച്ചു തേടി. അപ്പൊ അള്ളാഹ് അറിയാം, നിങ്ങൾ മരിച്ചോലാവട്ടെ, മുസ്ലിം ജിന്നാവട്ടെ, കാഫിർ ജിന്നാവട്ടെ, മരിച്ചവരെയും അദൃശ്യരായവരെയും വിളിച്ചു തേടിയാൽ ഒന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല. ഈ ആയത്തിന്റെ പ്രസക്തി അമേരിക്കയിൽ ഇറങ്ങുന്ന തടിച്ച പുസ്തകം കണ്ടപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത്. 400 പേജുകളുണ്ട് ഓരോ പുസ്തകം, പിശാച്ച് സൂചന പ്രോത്സാഹിപ്പിച്ചിട്ട്. അതിൽ പ്രധാനമായി പറഞ്ഞത് പിശാച്ചിനെ ഏത് തമ്മാടിക്കും ആരാധിച്ചാലും, ഏത് ദുർമാർഗ്ഗം പിശാച്ചിനെ ആരാധിച്ചു കഴിഞ്ഞാൽ പിശാച്ച് എന്ത് ചെയ്യും? നമുക്ക് അദൃശ്യമാർഗത്ത് ഉപകാരം ചെയ്യും, ദൈവം ചെയ്യൂല. ദൈവത്തിന് നിബന്ധന ഉണ്ട്, നമ്മളെ സാമ്പത്തിക രംഗം പൊരുത്തത്തില്ലാതാവണം, എല്ലാ രംഗവും ശുദ്ധാവണം, എന്നാലേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുള്ളൂ. ഇങ്ങനെ നിബന്ധന ഉണ്ട്, പടച്ചോനെ വിളിച്ച ഉത്തരം കിട്ടാൻ. പിശാച്ചിലൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് ഏറ്റവും നല്ല എന്താണ്? പിശാച്ചിനെ വിളിച്ചു തേടലാണ്, അദൃശ്യമാർഗത്തൂടെ നന്മ കിട്ടാന്. അപ്പൊ അള്ളാഹ് പറഞ്ഞ് ഈ ആയത്തിറങ്ങിയ പിശാച്ച് പൂജകന്മാരെ സംബന്ധിച്ചാണ്. ബുഖാരി പറയാ, ഇബ്നു മസൂദ് ഉദ്ധരിക്കാണ് ബുഖാരിയില്, ചില ആളുകൾ ജിന്നിനെയും മുസ്ലിം ജിന്നെയൊക്കെ വിളിച്ചു തന്നെ അപ്പോഴാ ഇറങ്ങുന്നത്. നിങ്ങൾ അള്ളാഹ്ക്ക് പറയുമ്പോൾ ആരെ വിളിച്ചു തേടിയാലും ഒരു ഉപകാരം മാറ്റിമറിച്ചാൻ വരെ സാധ്യമല്ല എന്നാണ്. ഇവിടെ സുന്നൽ എതിർക്കുന്ന സമയത്ത് നമ്മൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലെല്ലാം ജിന്ന് പോട്ടും മനുഷ്യൻ പാടുപോട്ടും ഒക്കെ പറയുന്നുണ്ട്. ഇനി മറ്റൊരു ആയത്തുള്ള പറയാം, ഇൻ തദൂഹും ലാ യസ്മഉ ദുആക്കും വലൗ സമീഉ മസ്തജാബു ലക്കും ഫയൗമൽ ഖിയാമത്തി യക്ഫുറു ബിശിർക്കിക്കും. നിങ്ങൾ അവരെ വിളിച്ചു തേടി ഞങ്ങൾ തേർത്തും പൂജ ആരാധനയും കാണും കേൾക്കൂല, നീ കേട്ടാ തന്നെ ഉത്തരം നൽകൂല എന്നാണ്. ഈ മഞ്ചേശ്വരം സംവാദത്തിൽ വരെ ഈ ബരാഹത്ത് ഉദ്ധരിച്ചിട്ട് പറഞ്ഞ ആരൊക്കെയിൽ പെടും? കെൽ മലായിക്കത്തി വൽ ജിന്നി വൽ ഇൻസി വൽ ശയാത്തീൻ. ഖുർത്തുബി പറയാം, മനുഷ്യന്മാര് പെട്ടി, ജിന്ന് പെട്ടി, ശൈത്താൻ പെട്ടു. സുന്നികളെ എതിർക്കുന്ന സമയത്ത് ഈ ആയത്തോദിച്ച് നമ്മൾ എന്ത് പറയും? ഖുർത്തുബി വായിക്കും, തഫ്സീർ വായിക്കും. ഇവിടെ കേവലം വിഗ്രഹമല്ല, മനുഷ്യൻ പെട്ട്, മലക്ക് പെട്ട്, ജിന്ന് പെട്ടി, ശൈത്താനും പെട്ടു. അപ്പൊ ശൈത്താനും ജിന്നിനൊക്കെ നമ്മൾ പൂജിച്ച് ആരാധിച്ച്, എങ്കിൽ നിങ്ങളെ പൂജ ആരാധനകൾ കാണുന്നില്ലെങ്കിൽ കണ്ടെന്ന് വെക്കുക, എന്നാൽ തന്നെ ഞങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ സാധ്യമല്ല എന്നറിഞ്ഞു. ആ പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്, ജിന്നിനും ഇബ്ലീസ് പിശാച്ചിനൊന്നും നമുക്ക് കീഴ്പ്പെടുത്തി സേവിച്ചും കാണ്ട ഒരു ഉപകാരം ചെയ്യാൻ സാധ്യമല്ല. വഹാബി പ്രസ്ഥാനത്തിലെ അതികായകയായ ജമീല ടീച്ചർക്ക് മൗലവി വിഭാഗത്തോട് 2 വാക്ക് പറയാനുണ്ട്.
എന്തുകൊണ്ട് മറഞ്ഞ രൂപത്തിൽ അതിന് സഹായം ചെയ്തു തരാൻ ജിന്നിനും പിശാചിനും കഴിയുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കൾക്ക് കഴിഞ്ഞുകൂടാ എന്നാണ് ചോദിച്ചത്. അതിന് നമ്മൾ ഉത്തരം പറയണം അവരോട്. അതെ, അതിനുത്തരം നൽകിയേ തീരൂ. അതിനുത്തരം നൽകാതെ ഇനി അധികകാലം തൗഹീദി പ്രസംഗവുമായി ഊരുചുറ്റാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. ഇതുപോലെ മൂപ്പര് ചെയ്ത ഒരു തിരിമറിയും കൂടി ഞാൻ കാണിച്ചു തരാം. ഒരുപാടുണ്ട്, പക്ഷെ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. വല്ലാത്തൊരു തിരിമറിയാണ്. ഇതിപ്പോ ബാക്കിൽ തള്ളി, ഇനി അത് തൊട്ട് മുമ്പും ബാക്ക് ഒന്നിച്ച് തള്ളി നടുവത്ത് മാത്രം എടുത്ത ഒരു തിരിമറിയും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. ഇത് നടുവത്ത് മാത്രം മൂപ്പർക്ക് പറ്റുമെന്ന് കണ്ടപ്പോൾ അതാണ് എടുത്ത്. അതിന് തൊട്ട് മുമ്പുള്ള വാചകം എടുത്താൽ അത് പറ്റൂല, ശേഷമുള്ള എടുത്താലും അത് പറ്റൂല. അപ്പൊ നടുവത്ത് മാത്രം എടുക്കുക, ഇതാണ് ഒരു പണ്ഡിതന്റെ ദൗത്യം. ഈ മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുമോ? ഇതെങ്ങനെ വിശ്വസിക്കും? മൂപ്പര് ഐഡിയൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല. മുമ്പ് ഇത് അറിയില്ല. ഇനി പണ്ട് ചില ആൾക്കാർ പറയും കേനം വന്ന് പ്രസിദ്ധീകരിച്ചില്ല മൂപ്പര് പുസ്തകം. ഞാൻ നമ്മുടെ ജമിയത്തിന്റെ മുഹമ്മദ് മദനിയോട് ചോദിച്ചു, അല്ല സർ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, സുല്ലമിന്റെ പല ബുക്കും കേന്നമ്മ പ്രസിദ്ധീകരിച്ച്. അപ്പൊ മദനി അപ്പം എടുത്തിരുവോ, എന്താ ഇപ്പൊ കാട്ടെ, അവരൊക്കെ ഏരിയ തെറ്റായിരിക്കൂലേ നമ്മൾ വിചാരിച്ചു. നമ്മളിങ്ങനെ നോക്കിയെടുക്കുമ്പോൾ സലാം സുല്ലമി വഹാബിസത്തിന്റെ വികലവാദങ്ങൾക്ക് മുഴുവൻ ദുർവ്യാഖ്യാനങ്ങളും ന്യായീകരണങ്ങളും നൽകിയ അവരുടെ നേതാവ്, ബുഖാരിയിലെയും മുസ്ലിമിലെയും പോലും ഹദീസ് നിഷേധിച്ചും മതനിയമങ്ങളെ യുക്തിവാദം കൊണ്ട് ചെത്തിപ്പരുവപ്പെടുത്തിയും വഹാബിസത്തിന്റെ പ്രതീകമായ വ്യക്തി, സുന്നികളെ മുശ്രിക്കാക്കാനും ഇസ്ലാമിക ആചാരങ്ങളെ അനാചാരങ്ങളായി ചിത്രീകരിക്കാനും ഇത്രയും കാലം സക്കരിയ സ്വലാഹിയും ഹുസൈൻ സലഫിയും എല്ലാം ഉപയോഗിച്ചത് അദ്ദേഹത്തിന്റെ ക്ലാസുകളും പുസ്തകങ്ങളുമാണ്. അത് മുഴുവൻ തെറ്റാണെന്ന് വരുമ്പോൾ കേരള വഹാബിസം കടപുഴകി വീഴുന്നു. ഒരുപാടു കാലമായി ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നവവി, ഇമാം സുബക്കി തുടങ്ങിയ ലോക മുസ്ലിം പണ്ഡിതന്മാരെ മുശ്രിക്കുകളാക്കി സുന്നികൾക്ക് തൗഹീദ് പഠിപ്പിക്കാൻ ഖണ്ഡനമണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളുമൊക്കെ നടത്താൻ മുന്നിൽ നിന്ന് സംവാദവീരനായ ഒരു സ്വലാഹിയുടെ വാക്കുകൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുക. ഞമ്മളൊക്കെ മുമ്പിൽ പറഞ്ഞു ഈ സലാസുല്ലം ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ, മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സീർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ്, ഇയാളെ കെണിന്ന് ഇസ്ലായി പ്രസ്ഥാനം രക്ഷപ്പെട്ടല്ലോ. സ്വലാഹി, നിങ്ങൾക്ക് കൈ കഴുകാം. പക്ഷേ നിങ്ങൾ വഴിപിഴപ്പിച്ച എത്രയെത്ര പാവം ജനങ്ങൾ, അവരുടെ കുറ്റം നിങ്ങൾ ഏറ്റെടുക്കുമോ? സ്വലാഹിയടക്കം മുഴുവൻ മൗലവിമാരും ഇതുവരെ നിങ്ങൾ എഴുതിയ പുസ്തകങ്ങളും പ്രസംഗിച്ച കാസറ്റുകളും സീഡികളും നിങ്ങൾ നടത്തിയ സംവാദങ്ങളും പിൻവലിച്ച് മാപ്പപേക്ഷിച്ച് പൊതുജനങ്ങളുടെ മുമ്പിൽ വരുമോ? മടവൂർ ഗ്രൂപ്പുകാരുടെയും തൗഹീദ് പൊളിഞ്ഞ് പാളീസാവുകയാണ്. ജിന്നിനും പിശാചിനുമെതിരെ ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരകോലാഹലങ്ങൾക്ക് ആത്മാർത്ഥതയും സത്യസന്ധതയുമുണ്ടെന്ന് വിചാരിക്കാനാവില്ല. ഒരുപാട് വർഷമായി അവരുടെ മുഖപത്രമായ ശബാബിൽ ജിന്നും പിശാചും സഹായിക്കുമെന്നും വിവിധ രൂപങ്ങളിൽ രൂപം പ്രാപിക്കുമെന്നും മറ്റുമൊക്കെ ഉണ്ടെന്ന് വരുമ്പോൾ ഈ കോലാഹലങ്ങൾ അണികളെ പിടിച്ചു നിർത്താനുള്ള തന്ത്രങ്ങളായി മാത്രം മാറുകയാണ്. പുതിയ തൗഹീദ് പഠിച്ച സക്കരിയ സലാം സുല്ലമിയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഖുർആൻ എത്ര സ്ഥലത്ത് അള്ള പറഞ്ഞ് മുഹമ്മദ് നബിക്കെതിരെ കരുക്കൾ നീക്കുകയാണെങ്കിൽ നബിയുടെ ഭാര്യമാർ പറഞ്ഞു
ആരൊക്കെ നബിനെ സഹായിക്കും? പഠിച്ചോൻ സഹായിക്കും. മലക്കുകൾ വരെ ചിലപ്പോൾ എന്താണ് അള്ളാന്റെ നിർദ്ദേശപ്രകാരം കൽപ്പനയെ സഹായിക്കും. പിന്നെ സാലിഹുൽ മുഅ്മിനീങ്ങളെ സഹായിക്കുന്നതാണ്. ഇവിടെ സ്നേഹിതന്മാര് സുന്നി പണ്ഡിതന്മാര് സാലിഹുൽ മുഅ്മിൻ മരിച്ചോല് പെടും എന്ന് പറയും. അപ്പൊ ജലാലിനി വരെ പറഞ്ഞ സാലിഹുൽ മുഅ്മിൻ അബൂബക്കർ ഉമറെ പെടുള്ളൂ എന്നാ ജലാലിനി പറയുന്നത്. പോകട്ടെ, സുന്നികൾ വരെ ഏറിയാ പറയുന്നത് മരിച്ചോളുള്ളൂ. ഒരു ഇസ്ലാം ജില്ലയിൽ സഹായിക്കുന്നു ഖുർആൻ പറഞ്ഞു. ഒരായത്തിന്റെ കഷ്ണെങ്കിലും പുരോഹിതന്മാരും മൗലവിമാരും ഉദ്ധരിക്കട്ടെ. അല്ല എവിടെയെങ്കിലും മലക്കുകളെ ചിലപ്പോൾ അള്ളാന്റെ കൽപ്പന പ്രകാരം നമ്മളെ ചിലപ്പോൾ അള്ള ഉദ്ദേശിക്കുമ്പോൾ സഹായിച്ചെന്ന് വരും. അദൃശ്യമായി മലക്കുകൾ നമ്മെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന സുല്ലമി, നിങ്ങളും നിങ്ങളുടെ നിർവചനമനുസരിച്ച് ശിർക്കൻ വിശ്വാസത്തിലല്ലേ? നിങ്ങൾ ഓതുന്ന ആയത്തുകൾ മുഴുവൻ നിങ്ങളെയും തിരിച്ചടിക്കുകയാണ്. വഹാബിസം തലമൂക്കുമ്പോൾ യുക്തിവാദവും ഹദീസ് നിഷേധവും പിറവിയെടുക്കുന്നു. ചേകനൂരടക്കം മതത്തിനകത്തെ യുക്തിവാദികളെ സൃഷ്ടിച്ച വഹാബിസം പുതിയ സംഭവ വികാസങ്ങൾക്കൊടുവിൽ സുല്ലമിയും മടവൂർ ഗ്രൂപ്പും ഒന്നിച്ച് ആ ഗണത്തിലേക്ക് ചുവടുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഹദീസ് നിഷേധങ്ങളെയും യുക്തിവാദങ്ങളെയും നിർലജ്ജം ന്യായീകരിക്കുന്നു സലാം സുല്ലമി. ഞാൻ 60 ഹദീസ് ലൈഫാക്കിയിട്ട് മുജാഹിദ് എന്തെങ്കിലും നഷ്ടപ്പെട്ടുള്ള സുന്നത്ത്? നിങ്ങൾ 60 ഹദീസ് ലൈഫാക്കിന് പറയലാതെ കൂട്ടരെ ഞാൻ ഒരു ഹദീസ് ലൈഫാക്കിയോണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശ്വസിച്ചു പോകുന്ന ഏത് വിശ്വാസത്തിനെ നഷ്ടം സംഭവിച്ചത്? ഏത് സുന്നത്തെ അവർക്ക് നഷ്ടപ്പെട്ടത്? നിങ്ങൾ 100 സുന്നത്തെ നഷ്ടപ്പെടുക, എന്താ പ്രശ്നം എന്നറിയാം. എത്ര വ്യാഖ്യാനിച്ചാലും എങ്ങനെ വിശദീകരിച്ചാലും വഹാബി തൗഹീദ് ഗതി കിട്ടാത്ത വിധം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൗലവിമാർ ഇനി ചെയ്യേണ്ടത് തെറ്റുതിരുത്തി യഥാർത്ഥ ഇസ്ലാമിലേക്ക് കടന്നുവരലാണ്. അധികാരത്തിനും പണത്തിനും വേണ്ടി ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയങ്ങളിൽ തിരിമറി നടത്തരുത്. സാധാരണക്കാരായ മുജാഹിദ് പ്രവർത്തകരെ മനസ്സിലാക്കുക. മൗലവിമാർ നിങ്ങളെ ഇത്രയും കാലം വഞ്ചിക്കുകയായിരുന്നു. എവിടെ നിന്നാണോ പണം ഒഴുകി വരുന്നത് ആ രാജ്യത്തെ ഷേഖുമാർക്കൊപ്പിച്ച് തടിയും താടിയും അല്ല, തൗഹീദിൽ വരെ മാറ്റങ്ങൾ വരുത്തുകയാണവർ. മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ ശിർക്കും പിശാചിനോട് സഹായം ചോദിക്കൽ തൗഹീദുമാകുന്ന മൗലവിമാരുടെ മതം നമുക്ക് വേണോ? ചിന്തിക്കുക, വിലയിരുത്തുക.